ആര് ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. 2026 ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡ്, അതും നമ്മുടെ റോയൽ എൻഫീൽഡ് ടീമിൻ്റെ കമ്പനി സ്റ്റോർ കൊച്ചിയാണ് ഈ റൈഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ റൈഡ് പോണത്. സോ ഇതിലെ എല്ലാ ഫേസും എനിക്ക് പുതിയതാണ്. ഒന്ന് രണ്ട് മെമ്പേഴ്സ് നമ്മുടെ ട്രൈബിലെ ടീമായതുകൊണ്ട് നമുക്ക് അവരറിയാം. ജെഫിൻ ചേട്ടനെ അറിയാം, അതുപോലെ തന്നെ ഹിമാലയൻ ഗ്രിപ്പിയും ഒരു ട്രൈബിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മളോട് റൈഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. പിന്നെ ഈ റൈഡ് ഞാൻ പില്ലനായിട്ടാണ്, സണ്ണിലാണ് വണ്ടി ഓടിക്കണേ. നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് പീച്ചി ഡാമാണ്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ റോയൽ എൻഫീൽഡ് ടീം ജസ്റ്റ് ഫുള്ള് റോഡെല്ലാം സെറ്റാക്കി. എല്ലാവരും വേറെ വേറെ ബൈക്സാണ്, എല്ലാവർക്കും വേറെ വേറെ സ്റ്റോറീസാണ്. പക്ഷേ ഒരു കോമൺ ഫാഷൻ റൈഡിങ് അതുതന്നെയാണ് നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. വീക്കെൻഡ് ഒരു റൈഡ് പോവുക, അതും മോർണിംഗ് റൈഡ്, വേറൊരു ഫീലാണ്. ട്രാഫിക്കും കുറവായിരിക്കും, മൈൻഡൊക്കെ ഫ്രഷ്, ഫുൾ പോസിറ്റീവ് എനർജിയിൽ റൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് കവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് ടൈം അവിടെ പോസ്റ്റായി. നമ്മുടെ കൂടെ ലേഡി റൈഡേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടി റൈഡറുണ്ട്. അതുപോലെ തന്നെ ഈ റൈഡ് ലീഡ് ചെയ്യുന്നത് ഷാംബ്രക്കാണ്. നല്ല സൂപ്പറായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്, ഒരു ലാഗില്ലാണ്ട് നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് കിടിലായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ലീഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂപ്പ് റൈഡൊക്കെ അടിപൊളിയായിരിക്കും. ചില റൈഡിൽ പോയാൽ നമുക്ക് ഭയങ്കര ഷോക്ക് അടിക്കും. അതെന്തായാലും ഈ റൈഡിലില്ല, കിടിലായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ റൈഡിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ മാത്രമായിട്ടല്ല നമ്മളിതിന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു റൈഡ് കമ്മ്യൂണിറ്റി ബിൽഡിങ്. ചിലർക്കിത് അവരുടെ ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡായിരിക്കാം, ചിലർ ലോങ് റൈഡും എല്ലാം ഓഫ് റോഡും എല്ലാം പോണവരായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവരും ഒരേ വൈബിലാണ് നമ്മൾ റൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിർത്തിയാലും എല്ലാവരും മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും എല്ലാവർക്കും ഓരോരോ കഥകളാണ്. എല്ലാവരും ഷെയർ ചെയ്യുന്നു പുതിയ ഇൻഫർമേഷൻസ്, പുതിയ കാര്യങ്ങൾ. ഇതൊരു തെറാപ്പി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എപ്പോഴും. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് മന്തിലെങ്കിലും ഒരു ഗ്രൂപ്പ് റൈഡ്, ഇപ്പോൾ എല്ലാ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ നിന്നും ഗ്രൂപ്പ് റൈഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് റൈഡിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഇനി വരാവുന്ന ഗ്രൂപ്പ് റൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. നമുക്കൊരു തെറാപ്പി പോലെ ഇത് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ 6 ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ചെറിയ ട്രാവലിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനൊരു അർത്ഥമില്ലാണ്ട് അതേപോലെ ഇരിക്കും. അപ്പോൾ മന്തിലി ഒരു ഗ്രൂപ്പ് റൈഡെങ്കിലും, ലോങ് റൈഡ് ഞാൻ പോകാനാണ് സജസ്റ്റ് ചെയ്യുക. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡെങ്കിലും എല്ലാവരും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ ഗ്രൂപ്പ് റൈഡിലും ജോയിൻ ചെയ്യും. നമ്മൾ ഡാമിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ ബൈക്കായിട്ട് പാർക്കിങ്ങിൽ. ഫുള്ള് റോയൽ എൻഫീൽഡ് ബൈക്സ്, എല്ലാം ഓരോ ഡിഫറെൻറ്റ് ബൈക്സ്, എല്ലാ വണ്ടിയും ഉണ്ട് ഏകദേശം. ഫൈനലി വി റീച്ച്ഡ് പീച്ച് ഡാം. ഇവിടുത്തെ ആ ഒരു കാംനെസ്, വാട്ടർ സൗണ്ട്, ഗ്രീൻ സറൗണ്ടിങ്സ്, ഇതൊക്കെ വേറൊരു വൈബാണ്. നല്ല കിടിലൻ ഗാർഡൻ ഉണ്ട് ഇവിടെ. നമുക്ക് ജസ്റ്റ് ചില്ല് ചെയ്തിരുന്ന് വർത്തമാനം പറയാനും നല്ല വിഷ്വൽ ബ്യൂട്ടി ഇവിടെ. അതുപോലെ തന്നെ കൊട്ടവഞ്ചി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കൊട്ടവഞ്ചിയിൽ ഡാമിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. അത്യാവശ്യം നല്ല നല്ല ഫോട്ടോസ് എടുക്കാം, റീൽസ് കണ്ടന്റ് എടുക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട്, അത്യാവശ്യം സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഇതാണ് ഗ്രൂപ്പ് റൈഡിൻ്റെ റിയൽ ബ്യൂട്ടി. നമ്മൾ സ്ട്രേഞ്ചേഴ്സായിട്ട് മീറ്റ് ചെയ്യും, പക്ഷെ റൈഡൊക്കെ കഴിയുമ്പോൾ നല്ല ഫ്രണ്ട്സായിട്ട് മാറും.
ഏജ് ഡിഫറൻസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസ് ഉണ്ട്. എന്നാലും റോഡിലേക്ക് റൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഈക്വലാണ്. റോയൽ എൻഫീൽഡ് റൈഡ് ജസ്റ്റ് ബൈക്ക് റൈഡ് അങ്ങനെ അത് മാത്രമായിട്ടല്ല നമ്മൾ കൂട്ടുന്നത്. പീപ്പിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ റൈഡ് കിഡിലനായിരുന്നു. നമുക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. 2026 ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമുക്ക് തന്നത്. മോർ റൈഡ്സ്, മോർ റൈഡർ, സ്ട്രോങ് കമ്മ്യൂണിറ്റി, ഇതാണ് നമ്മുടെ ഗോള്. അപ്പോൾ റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കണക്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് റൈഡ് ചെയ്യാം. ഇതിലെ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. ഇതിൽ റൈഡിൽ ഞാൻ കുറച്ച് പിക്കുകൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്ക്. ആര് ബ്രോ വണ്ടി ഒന്ന് ഇറങ്ങുമോ? പെട്രോൾ पंजाब प्लेस प्लेस ये सही है बेंगलुरु बेंगलुरु नो नो वी आर इन वर्किंग कोची एक्चुअली टेक कंडो कंडो रिकॉन വരുന്ന വഴി ചെറിയൊരു ആക്സിഡൻറ്റ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി. ഈ ഏജ്ഡായ പീപ്പിൾസ് എപ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർ ജസ്റ്റ് പാസ് ചെയ്യണതിന് തൊട്ട് മുന്നേ ഇൻഡിക്കേറ്റർ ഇടുള്ളൂ. ഇത് ബാക്കിൽ വരുന്ന വണ്ടിക്ക് കാണാനും പറ്റില്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല, എന്തായാലും ക്രാഷ് ആവും. എന്നിട്ട് ഇവർ പറയുന്നത് ഇവർ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ നോക്കി വരുന്നത്, ഓവർ സ്പീഡാണ്, അതാണ് ഇതാണ്. ഇതിപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇതിൽ ഇവർ നമ്മുടെ കേരളക്കാരല്ല, ഹിന്ദിക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഇവരുടെ എതിരെ നിൽക്കാനാണ് ചാൻസ് ഉള്ളൂ. നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടതാണ് ഇങ്ങനെയാണ് സംഭവം, പക്ഷേ ഇവരൊന്നും സംഭവിക്കണില്ലേ. ഇതിപ്പോൾ കാറാണെങ്കിലോ, ബൈക്കായതുകൊണ്ട് അധികമൊന്നും പറ്റിയില്ല. കാറാണെങ്കിൽ ഈ വയസ്സായവർ എന്തായാലും ഇടിച്ച് തെറിപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞത്, അതാണ് പ്രശ്നം വരുന്നത്. ഈ റൈഡിൻ്റെ പാട്ടായ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് റൈഡ് നമ്മൾ ഉടൻ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അണ്ടിൽ ദെൻ റൈഡ് സേഫ്, സ്റ്റേ കണക്റ്റഡ്, സീ യു ഗൈസ്.